Hello students, we are continuing with the recruitment section. So hope you all remember all the points we discussed in the last classes. So now we are going to move into a new session, that is modern trends. Modern trends in recruiting. അതായത് latest technologies use ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ ആളുകളെ invite ചെയ്യുന്നതെന്ന് നോക്കാം. First method is knowledge based method. It is knowledge based method. It is a mutual agreement between the recruitment agencies and the client for a long period. ഒരു mutual agreement ആണ് നമുക്ക് കുറച്ചും കൂടി better valued ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട്, better money value കിട്ടാൻ വേണ്ടിയിട്ട്, പ്രൊഫഷണൽസിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു റിക്രൂട്ട്മെന്റ് ക്ലയൻസിനായിട്ട് പോയിട്ട് അവർ അതിന് മുന്നേ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അവർ റിക്രൂട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ആ റിസോഴ്സ്ഫുൾ പേഴ്സൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ ബെറ്റർ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ക്ലയൻറ്റിന് ആർക്കാണോ ഏത് കമ്പനിക്കാണ് ആവശ്യം അവർക്ക് ഈ റിക്രൂട്ട്മെന്റ് ഏജൻസിക്കോ അല്ലെങ്കിൽ ഈ റിക്രൂട്ട്മെന്റ് ഫേമുകൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം നോളജ് ബേസ്ഡ് റിക്രൂട്ട്മെന്റ് മെത്തേഡാണ്. അപ്പോൾ കുറച്ചുകൂടി സ്കിൽഡ് ആയിട്ടുള്ള നമ്മളെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ എല്ലാത്തിനും ഇത് മണി വാല്യൂ, ടൈം വാല്യൂ ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്ന മെത്തേഡാണ് നോളജ് ബേസ്ഡ് മെത്തേഡ്. ദെൻ നെക്സ്റ്റ് ഇസ് വെരി കോമൺ റിക്രൂട്ട്മെന്റ്. മീൻസ് വാട്ട് ഇലക്ട്രോണിക് അല്ലേ, നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ഫോമിലുള്ള ഓൺലൈൻ റിക്രൂട്ട്മെന്റ്സ് ആണ്. സോഷ്യൽ മീഡിയാസിൽ, വെബ്സൈറ്റ്സിൽ, പിന്നെ നമ്മൾ റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റുകളിൽ, സോഷ്യൽ മീഡിയ, ഓൺലൈൻ, മൊബൈൽ നെറ്റ്വർക്ക്, ഇങ്ങനെ ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഓൺലൈൻ റിക്രൂട്ട്മെന്റ് എന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾ സോഷ്യൽ മീഡിയാസിൽ ഏതെങ്കിലും ഒരു ഇൻവിറ്റേഷൻസോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഇൻഫർമേഷൻസ് ഉണ്ടാവില്ല, ഇങ്ങനെ കമ്പനിയിൽ വേക്കൻസീസ് ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. So this online recruitment makes easy. നമ്മൾക്ക് ടാബുലേഷൻസ്, ക്ലാസിഫിക്കേഷൻസ്, നമ്മൾ അതിൽ നമ്മൾ CV അപ്ലോഡ് ചെയ്യുന്ന ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓൺലൈൻ റിക്രൂട്ട്മെന്റ് മേക്സ് ഈസി. നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആണ് ഓൺലൈൻ റിക്രൂട്ട്മെന്റ് പറയുന്നത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് സെഷൻ, ഔട്ട്സോഴ്സിങ്. ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡേൺ ട്രെൻഡിൽ വരുന്ന ടേം തന്നെയാണ് ഔട്ട്സോഴ്സിങ്. അല്ലേ, ഔട്ട്സോഴ്സിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ IT കമ്പനീസിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടേമിൽ ഔട്ട്സോഴ്സിങ് യു വിൽ ബി ഹേർഡ് ബിഫോർ. ഔട്ട്സോഴ്സിങ് ആക്ച്വലി പ്രൊവൈഡ്സ് എംപ്ലോയീസിന് അവർ ആദ്യം തന്നെ ഏതെങ്കിലും ഒരു കമ്പനീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇഫ് യു വോണ്ട് സം എംപ്ലോയീസ് വി വിൽ അപ്രോച്ച് അനദർ ഔട്ട്സോഴ്സിങ് കമ്പനീസ് ഫോർ ദ റിക്വയർഡ് എംപ്ലോയീസ്. സോ ദാറ്റ് കമ്പനി വിൽ ബി പ്രൊവൈഡിങ് all the details, or they will be keeping all the candidates details, and they have done a screening test. അവരൊരു ബേസിക് ടെസ്റ്റുകളൊക്കെ നടത്തി ആളുകളെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. സോ വി ക്യാൻ പൂൾ ഇൻ ടു ദാറ്റ്. കുറേ നമുക്ക് ചോയ്സസ് അവൈലബിൾ ആയിരിക്കും ഔട്ട്സോഴ്സിങ് കമ്പനീസ്. ഇപ്പോൾ എൻ്റെ കമ്പനിക്ക് ആവശ്യമില്ല, ഇഫ് മൈ company requires a certain number of people, I don't have to give advertisement or something else. I can just approach the other company, outsourcing company, for the recruitment. നമുക്ക് ഏതെങ്കിലും വേറെ മറ്റേതെങ്കിലും കമ്പനീസിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യും. അവർ എന്താണ് ബേസിക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തി വെച്ചിട്ടുള്ള ഒരു പൂൾ ഓഫ് കാൻഡിഡേറ്റ്സിനെ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സോ ഔട്ട്സോഴ്സിങ് നമ്മളെ കമ്പനീൻ്റെ ടാസ്ക് ഇസ് പ്രൊവൈഡിങ് ടു അനദർ കമ്പനി. Then this will be a new term, pouching. Pouching. Have you heard POUCHING, pouching or raiding? Pouching means what? Pouching actually means നമ്മൾ ചാക്കിട്ട് പിടിക്കുക അല്ലേ. പൗച്ചിങ് മീൻസ് നമ്മൾ വേറൊരു കമ്പനീസിൽ നമ്മൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഞാനൊരു കമ്പനീൻ്റെ നല്ല ഹയസ്റ്റ് ലെവലിൽ ഇരിക്കുന്ന ഒരു വെൽ ക്വാളിഫൈഡ് ഓർ വെൽ ടാലൻറ്റഡ് മാനേജർ ആണെങ്കിൽ അനദർ കമ്പനീസ്, ഇഫ് അനദർ കമ്പനി വാണ്ട്സ് എ വെൽ ക്വാളിഫൈഡ് മാനേജർ, അവർ പേഴ്സണലി ഇവരെ വിളിക്കും. നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ശമ്പളത്തിനേക്കാളും സ്റ്റാറ്റസിനേക്കാളും വി ക്യാൻ പ്രൊവൈഡ് യു എ ബെറ്റർ സാലറി, എ ബെറ്റർ സ്റ്റാറ്റസ്, എ ബെറ്റർ പ്രൊവിഷൻസ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ അവരെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മാനേജേഴ്സിനോ സ്കിൽഡ് എംപ്ലോയീസ് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അവരെ നമ്മൾ സ്കൂട്ട് ചെയ്യുന്നതിനാണ് പൗച്ചിങ് ഓർ റെയ്ഡിങ് എന്ന് പറയും. നോർമലി വി ആർ സീൻ നോട്ട് ഇൻ എ മിഡിൽ ലെവൽ എംപ്ലോയീസ്, ഇറ്റ് ഇസ് നോർമലി സീൻ ഇൻ എ ഹയർ ലെവൽ എംപ്ലോയീസ്. നമ്മൾ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹയർ ലെവൽ എംപ്ലോയീസിലാണ് നോർമലി ദിസ് പൗച്ചിങ് ഇസ് ഡൺ. സോ ദിസ് ഓൾ ആർ ദ മോഡേൺ ട്രെൻഡ്സ്. ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ട്രെൻഡ്സിൽ യൂസ് ചെയ്ത് വരുന്നതാണ്, മോഡേൺ ട്രെൻഡ്സിൽ യൂസ് ചെയ്യുന്നതാണ് ദിസ് ഔട്ട്സോഴ്സിങ് ആൻഡ് പൗച്ചിങ്. Other than this, we have a campus interview. Like campus interview, you all know what is a campus interview. Like companies, campus interview, as you all know, we discussed in we discussed before campus interview. Like the companies will approach the campus and take their fresh graduates or postgraduates, fresh pass out students for their
job purpose. And next is walk-in interview. We have all seen in the newspapers what is walk-in interview. Walk-in interview doesn't have any other formalities or other formal places or formal timing, formal procedures. We just go to the direct interview. നമ്മൾ walk-in എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ആ ഇൻ്റർവ്യൂ ഡേറ്റ് ടൈം വെന്യൂ കാര്യങ്ങൾ മാത്രം ഇൻഫോം ചെയ്തിട്ടുണ്ടോ, വിൽ ജസ്റ്റ് ഗോ ദെയർ ആൻഡ് അറ്റൻഡ് ദ ഇൻ്റർവ്യൂ, walk-in interview എന്ന് പറഞ്ഞാൽ. ദെൻ consultant, you know what is consultancy workers. Then after walk-in interview, we have you all have seen consulting agencies. Consultant is a term which we used for using intermediaries. ഒരു നടുവിലൊരു ഏജൻറ്റോ ഒരു കൺസൾട്ടൻസി ഓഫീസോ ആരെങ്കിലും ഉണ്ടാവും, അവർ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യും, കാൻഡിഡേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യും. ദെൻ ബോഡി ഷോപ്പിംഗ് is normally used in IT field. IT ഫീൽഡിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ബോഡി ഷോപ്പിങ്ങിൽ എന്താ വരുന്നത്, പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് ആണ്. അത് അവർ ആദ്യം തന്നെ എംപ്ലോയീസിന് അവരെ കയ്യിൽ ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ ഇതിന് റിക്വയർമെൻറ്റ്സ് വരുന്നതിന് മുന്നേ ട്രെയിൻഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള എംപ്ലോയീസിനെ കമ്പനീസ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ പിന്നെ എംപ്ലോയീസിൻ്റെ കാൻഡിഡേറ്റ്സിനെ അവർക്ക് അവരെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പറഞ്ഞേക്കും. അപ്പം ഇറ്റ്സ് ലൈക്ക് എൻ ഓർഗനൈസേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ ബോഡി ഷോപ്പിങ്ങിൽ നോർമലി നമ്മൾ വന്ന ഗ്രാജുവേറ്റ്സിന് അവർ അഡീഷണൽ പ്രൊവൈഡ് ഇൻഫർമേഷൻസും അല്ലെങ്കിൽ അഡീഷണൽ നോളജ്, അഡീഷണൽ ട്രെയിനിങ് പ്രോഗ്രാംസും പ്രൊവൈഡ് ചെയ്തിട്ട് അവർ കുറച്ചും കൂടിയും സ്കിൽഡ് ആക്കി വെക്കും. ഫോർ ദാറ്റ് നമുക്കൊരു സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് വരുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിൽ സെൻഡ് ദ ഗ്രാജുവേറ്റ്സ് ഓർ ദ trained person to the concerned required firm. അത് ആവശ്യമുള്ള കൺസേൺ റിക്വയർഡ് ഫേമിലേക്ക് ഇവരെ സെൻഡ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ ലേറ്റസ്റ്റ് ടേമിൽ അല്ലെങ്കിൽ അതർ ടേംസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് നമ്മൾ വേറെ പല സോഴ്സുകളിൽ നമുക്ക് റിക്രൂട്ട് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് ഉണ്ട്. നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദെൻ ദ ടേം ഇസ് നെറ്റ്വർക്കിംഗ്. നമ്മൾ ലിങ്ക്, നമ്മൾ കോൺടാക്ട്സ് വെച്ചിട്ട്, അതായത് ഇപ്പം ഒരു കമ്പനിയിൽ ഒരു മാനേജർ ആണെങ്കിൽ ഹിൽ ബി ഹാവിങ് വിത്ത് എക്സ്പീരിയൻസ് മെനി അതർ കോൺടാക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, എല്ലാവരുടെ അടുത്തും പറഞ്ഞ് ഇൻഫോം ചെയ്യും, വി ഡു ഹാവ് റിക്വയർമെൻറ്റ്സ് ഇയർ. അപ്പം അങ്ങനെ നമ്മളെ കമ്പനിയിൽ വേക്കൻസീസ് ഉണ്ടെന്ന് നമ്മളെ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട്, നമ്മളെ കോൺടാക്ട്സ് ഉപയോഗിച്ചിട്ട്, നമ്മളെ ലിങ്ക് ഉപയോഗിച്ചിട്ട്, നമ്മളെ റിലേഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയാം. ദെൻ സ്കൗട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി വിൽ സെൻഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ടു മെനി അതർ സോഴ്സസ്. അതായത് നമ്മൾ ക്യാമ്പസിലേക്ക് പറഞ്ഞേക്കാം, വേറെ ഏതെങ്കിലും ജോബ് ഫെയറിലേക്ക് പ്രോഗ്രാമിലേക്ക് പറഞ്ഞേക്കാം. കമ്പനീൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ പല സെക്ഷനിലേക്കും പറഞ്ഞയച്ചിട്ട് ആ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ത് ചെയ്യും, ഇങ്ങനെ കമ്പനീനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേക്കൻസീസിനെ കുറിച്ചിട്ടും ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. സോ ആ രീതിയിൽ നമുക്ക് കാൻഡിഡേറ്റ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും സ്കൗട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ. ദെൻ ESOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയർ സ്റ്റോക്ക് ഓണർഷിപ്പ്, employee stock ownership. ESOP, employee stock ownership. എംപ്ലോയി സ്റ്റോക്ക് ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസ് വിൽ പ്രൊവൈഡ്, ജോബിൻ്റെ കൂടെ കമ്പനീൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് നിങ്ങൾ ഈ കമ്പനീസിൻ്റെ എംപ്ലോയീസ് ആവുകയാണെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് എ സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ഷെയർസ് കൂടി, നമ്മളെ കമ്പനീൻ്റെ ഷെയർ കൂടി നിങ്ങൾക്ക് കിട്ടും. സാലറീൻ്റെ ബെനിഫിറ്റിൻ്റെ കൂടെ നിങ്ങൾ കമ്പനീൻ്റെ ഷെയർ കൂടി നിങ്ങൾക്ക് കിട്ടും എന്നുള്ള രീതിയിൽ ആളുകളെ ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അതർ ദാൻ സാലറി വിൽ ബി തിങ്കിങ് ദാറ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയായില്ലേ, വിൽ ബി ഹാവിങ് ആൻ അസെറ്റ് ഓവർ ദെയർ. അപ്പോൾ നമുക്കൊരു റൈറ്റ് കൂടി ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു കമ്പനീൻ്റെ വിത്ത് ESOPയിൽ നമുക്ക് ചെയ്യാം അല്ലേ. നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും, ആസ് ഇഫ് എ കമ്പനി ഐ ക്യാൻ ചൂസ് എനി മെത്തേഡ് ഫോർ ഇൻവൈറ്റിംഗ് എംപ്ലോയീസ്, ഇൻവൈറ്റിംഗ് കാൻഡിഡേറ്റ്സ്. വി കനോട്ട് സേ എംപ്ലോയീസ്, കാൻഡിഡേറ്റ്സ് ആണ് അല്ലേ. നമുക്ക് ആര് വേണമെങ്കിലും നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം, ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ദീസ് ഓൾ ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്. പിന്നെ നമുക്ക് ഇവൻറ്റുകൾ നടത്തിയിട്ട് ഇവൻറ്റ് നമുക്ക് ഏതെങ്കിലും ഒരു ഇവൻറ്റിലൂടെ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാം. വി ക്യാൻ, ഇഫ് എ കമ്പനി ക്യാൻ സ്പോൺസർ എനി പ്രോഗ്രാംസ്, എനി ഇവൻറ്റ്, പിന്നെ നമ്മളൊരു കമ്പനീൻ്റെ ഇവൻറ്റ് സ്പോൺസർ ചെയ്യുന്ന സമയത്ത് ഐദർ വി ക്യാൻ പ്രൊവൈഡ് അഡ്വർടൈസ്മെൻറ്റ്സ്, നമ്മുടെ കമ്പനീൻ്റെ പ്രോഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം, ഓർ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ചെയ്യാം. നമ്മളിങ്ങനെ കമ്പനിയിൽ വേക്കൻസീസ് ഉണ്ട്, യു ആൾ ക്യാൻ അപ്ലൈ ഫോർ ദ ജോബ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻറ്റുകൾ സ്പോൺസർ ചെയ്തിട്ട് അവിടെ നമ്മളെ റിക്രൂട്ട്മെൻറ്റ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദീസ് ആർ ദ മെനി മെത്തേഡ്സ് വിച്ച് വി ക്യാൻ യൂസ്. എന്തിന് യൂസ് ചെയ്യാം? ഫോർ
റിക്രൂട്ട്മെന്റ്, റീ റിക്രൂട്ട്മെന്റ്. ഫൈനലി വി ആർ സ്പീക്കിംഗ് അബൌട്ട് റീ റിക്രൂട്ട്മെന്റ്. അത് റീ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീ റിക്രൂട്ട്മെന്റിൽ നമ്മളെ കമ്പനിയിൽ നിന്ന് പോയ ഏതെങ്കിലും ഒരു എംപ്ലോയീസ് പോയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ തിരിച്ച് വിളിക്കുക. നേരത്തെ പൗച്ചിങ് ഇസ് ഡിഫറെൻറ്റ്. പൗച്ചിങ് എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും കമ്പനിയിൽ, നമ്മളെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്ത ആളാവണമെന്നില്ല, വേറെ ഏതെങ്കിലും കമ്പനിയിൽ ഹയർ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകളെ നമ്മൾ കൂടുതൽ ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ട്, കൂടുതൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഇൻവൈറ്റ് ചെയ്യണം. പക്ഷേ റീ റിക്രൂട്ട്മെന്റ് അങ്ങനെയല്ല. നമ്മളെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും റീസൺ കൊണ്ട് കമ്പനി വിട്ട് പോയിട്ടുള്ള ആൾക്കാർ, മേ ബി ദേ ആർ ഗെറ്റിംഗ് എ ഹയർ സാലറി ഓർ ഹയർ പാക്കേജ് ഓവർ നെക്സ്റ്റ് കമ്പനി, അല്ലെങ്കിൽ ഹയർ സ്റ്റേറ്റസ് ഉണ്ടാവും, ഇനി വേറെ എന്തെങ്കിലും മാറ്റേഴ്സ് ആവാം. ഒരു കമ്പനിയിൽ നിന്ന് അയാൾ പോകാനുള്ള കാരണങ്ങൾ എന്തെങ്കിലും ആവാം, മേ ബി ദ ടാർഗറ്റ്സ്, എനിത്തിങ്. അയാളെ വീണ്ടും നമ്മളെ കമ്പനിയിലേക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതിന് നമുക്ക് റീ റിക്രൂട്ട്മെന്റ് എന്ന് പറയും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. സോ പിന്നെ അത് കൂടാതെ ഏതൊക്കെയാണ് നമ്മളെ മോഡേൺ റിക്രൂട്ട്മെന്റ് മെത്തേഡ്സ്? നിങ്ങൾക്കറിയാം SMS വഴിയിൽ നമുക്ക് കുറേ, നിങ്ങൾക്ക് ജോബ് ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മൊബൈൽ സർവീസിൽ നിന്ന് നിങ്ങൾക്ക് SMS കിട്ടാറുണ്ട് അല്ലേ, അപ്ലൈ ഫോർ ജോബ്. ഇത് കൂടാതെ നമുക്ക് ഇന്റർനെറ്റ്, മൊബൈലിൽ നമുക്ക് നമ്മളെ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന മൊബൈൽ സർവീസിൽ നിന്ന് നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാൻ വരാനുണ്ടാവും. പിന്നെ എന്തൊക്കെ മോഡേൺ മെത്തേഡ്സിൽ നമുക്ക് വരാം? ടെലിവിഷൻ, TV, സോഷ്യൽ മീഡിയാസ്, ഇതിലൂടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഈ അഡ്വർടൈസ്മെന്റിനെ കുറിച്ചിട്ട് ഇൻഫോർമേഷൻസ് അവൈലബിൾ ആണ്. ദെൻ വ്ളോഗിങ്സിൽ നമുക്കറിയാം പല ചാനലുകളും, പല യൂട്യൂബിലും അതിലും ഇതിലൊക്കെ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ, അഡ്വർടൈസ്മെന്റ്സ്, ബ്ലോഗിങ് ഓൺ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ്സിൽ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ കമ്പനീസിന് അങ്ങനെ ബ്ലോഗ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ മൊബൈൽ റിക്രൂട്ട്മെന്റ്, ഇന്റർനെറ്റ് റിക്രൂട്ട്മെന്റ്സ്, ഈ റിക്രൂട്ട്മെന്റ്, അങ്ങനെ പല സോഴ്സ് ഓഫ് ഇന്ന് വെറൈറ്റി ഓഫ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ഇസ് പോസിബിൾ. സോ കമ്പനി ക്യാൻ ചൂസ് അക്കോർഡിംഗ് ടു ദെയർ നേച്ചർ ആൻഡ് അക്കോർഡിംഗ് ടു ദെയർ വോൺസ് അല്ലേ. അപ്പോൾ ഇതനുസരിച്ചിട്ട് കമ്പനിക്ക് ഏത് രീതിയിൽ ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കാം. സോ ദീസ് ആർ ദ മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. സോ ദിസ് പോർഷൻ ഇസ് over. We'll continue with the selection process. Recruitment കഴിഞ്ഞ് ഇനി selection and placement ആണ്. We'll continue in the next class.